ഹായ് എവരി വൺ, വെൽക്കം ടു ജയിലൻ PSC. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ആ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള PYQs, അതായത് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മളപ്പോൾ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ജയിലൻ PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് 038/2024 ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, 2024 ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപ്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. അറേഞ്ച് ദ ഫോളോയിങ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ ഇന്ത്യ. അല്ലേ, അപ്പോൾ ഡിക്രീസിംഗ് ഓർഡറിലാണ് വേണ്ടത്. ഏതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? സൗരോർജ്ജം അഥവാ സോളാർ പവർ തന്നിട്ടുണ്ട്, വിൻഡ് പവർ കാറ്റിന്റെ ശക്തി തന്നിട്ടുണ്ട്, ബയോമാസ് തന്നിട്ടുണ്ട്. അല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് എനർജി സോഴ്സസ്. അതായത് റിന്യൂവബിൾ എനർജി ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്. അല്ലേ, നമ്മുടെ ഇവിടെ അടുത്ത് ചോദിച്ചത് എന്താ? നമ്മുടെ അടുത്ത് ചോദിച്ചത് റിന്യൂവബിൾ, അതായത് പുനരുപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ് ചോദിച്ചത്. അല്ലേ, അപ്പോൾ പുനരുപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാ? അത് വിൻഡ്, അല്ലെ, വിൻഡ് ബേസ്ഡ് ഉണ്ട്. പിന്നെ ഹൈഡ്രോ പവർ, അല്ലെ, ജലത്തിൽ നിന്ന് നമ്മൾ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോളാർ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ജിയോ തെർമലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ബയോമാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അല്ലേ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പുനരുപയോഗിക്കുന്ന അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ അതങ്ങനെ തീർന്നു പോവില്ല. അതായത് നമ്മൾ പ്രകൃതിയായിട്ട് നേച്ചറായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ഓരോ സോഴ്സസിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ത് റിന്യൂവബിൾ എനർജി അഥവാ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വിൻഡ്, അല്ലെ, കാറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി നേച്ചറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലേ. അല്ലെ, അതുപോലെ തന്നെ സോളാർ, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മഴയിൽ നിന്നുള്ള വെള്ളം അത് അണക്കെട്ട് സംഭരിച്ച് അങ്ങനെ ഹൈഡ്രോ പവർ സിസ്റ്റം വെച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതും റിന്യൂവബിൾ ആണ്, തീർന്നു പോകില്ലാത്തതാണ് എന്ത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഇനി നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പുനരുപയോഗിക്കാൻ കഴിയില്ലാത്തത്, അതായത് തീർന്നു പോകുന്നത്. അല്ലെ, ഓയില്, അല്ലെ, എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന എനർജി അത് തീർന്നു പോകുന്നതാണ്. കൽക്കരി, കോളിൽ നിന്ന് ലഭിക്കുന്നതായിക്കോട്ടെ, അത് തീർന്നു പോകും. ന്യൂക്ലിയർ, അല്ലെ, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ അതിൽ നിന്നുള്ളതൊക്കെ എന്താണ്? അതൊക്കെ നോൺ റിന്യൂവബിൾ എനർജിയുടെ ഗണത്തിൽ വരുന്നതാണ്. പിന്നെ നാച്ചുറൽ ഗ്യാസ്, അല്ലെ, പ്രകൃതിവാതകവും, അല്ലെ, അതും തീർന്നു പോകുന്ന ഒരു കാര്യമാണ്. ബയോമാസ്, നാച്ചുറൽ ഗ്യാസ് മാറിപ്പോകരുത്. ബയോമാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്ലാന്റ് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബയോമാസ്. ഓക്കെ, ബയോമാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് തന്നെ അത് തീർന്നു പോകില്ല. പക്ഷെ നാച്ചുറൽ ഗ്യാസ് എന്താ? LNG, CNG അങ്ങനെയുള്ള കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്? നമ്മൾ കൃത്രിമമായിട്ട് മേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ എന്താണ്? തീർന്നു പോകും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കുക. റിന്യൂവബിൾ എനർജി ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വിൻഡ് ഉണ്ട്, ഹൈഡ്രോ പവർ ഉണ്ട്, സോളാർ ഉണ്ട്, ജിയോ തെർമൽ ഉണ്ട്, ബയോമാസ് ഉണ്ട്. അല്ലെ, ഇനി നോൺ റിന്യൂവബിൾ ആണെങ്കിൽ ഓയിൽ ഉണ്ട്, കോൾ ഉണ്ട്, ന്യൂക്ലിയർ എനർജീസ് ഉണ്ട്, നാച്ചുറൽ ഗ്യാസസ് ഉണ്ട്. അല്ലെ, അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? നമ്മുടെ അടുത്ത് ചോദിച്ചത് വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ഏതാണോ, സെക്കൻഡ് വൺ ഏതാണോ, പിന്നെ ഏതാണോ, ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അറിയണ്ടേ. അല്ലെ, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സാ. അല്ലെ, റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, റിന്യൂവബിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ജലവൈദ്യുതി, സൗരോർജം, കാറ്റാടി ഊർജം, ബയോമാസ് അഥവാ ബയോ എനർജി, ഭൂതാപ സമുദ്ര ഊർജ്ജ സ്രോതസ്. അതേതാ? ജിയോ തെർമൽ ഊർജ്ജ സ്രോതസ്. അല്ലെ, ജലവൈദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു ഏതാ? ഹൈഡ്രോ പവർ. ഓക്കെ, കാറ്റാടി എന്ന് പറഞ്ഞാൽ വിൻഡ്, സൗരോർജം എന്ന് പറഞ്ഞാൽ എന്താ? സോളാർ. അല്ലെ, ഭൗമം എന്ന് പറഞ്ഞാൽ ജിയോ തെർമൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ കൊടുത്തേക്കണം കണ്ടോ, 1 2 3 4 5 ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ജലവൈദ്യുതിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഊർജ്ജോൽപാദനത്തിലെ ഏറ്റവും വലിയ സ്രോതസ്സായിട്ട് നിലനിൽക്കുന്നത് ജലവൈദ്യുതിയാണ്, ഹൈഡ്രോ പവർ ആണ്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് ഏറ്റവും കൂടുതൽ. സെക്കൻഡ് വൺ വരുന്നത് സൗരോർജം, തേർഡ് വൺ വരുന്നത് കാറ്റാടി, വിൻഡിൽ നിന്നുള്ള ഊർജ്ജം, ഫോർത്ത് വൺ വരുന്നത് ബയോ എനർജി അഥവാ ബയോമാസ്, ഫിഫ്ത് വൺ ആണെങ്കിൽ ഭൂതാപ സമുദ്ര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ, ജലവൈദ്യുതി ആണെങ്കിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജോൽപാദനത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സായിട്ട് തുടരുന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജോൽപാദനത്തിൽ ഏറ്റവും സ്ഥിരതയുള്ള ബേസ്
ശേഷി നൽകുന്നതും ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുതിയിൽ നിന്നാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ, ഓക്കെ. ഹൈഡ്രോ പവറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. സെക്കൻഡ് വൺ വരുന്നത് സോളാർ ആണ് അല്ലെ. സൗരോർജ്ജത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെക്കൻഡ് വൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. 1 ടെറാവാട്ട് തന്നെ 2024 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായി. തേർഡ് വൺ വരുന്നത് എന്താ? വിൻഡാണ്, വിൻഡ് എനർജിയാണ്. ഫോർത്ത് വൺ ആണെങ്കിൽ ബയോമാസ് ആണ്. ഫിഫ്ത്ത് ആണെങ്കിൽ ജിയോ തെർമലാണ്. ഓക്കെ, ഭൂതാപ സമുദ്ര ഊർജ്ജ സ്രോതസ്സാണ്. ഇത് റിന്യൂവബിളിന്റെ ഘടകത്തിൽ വരുന്നതാണ്. ഇതാണെങ്കിലോ നോൺ റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഓയിൽ ഉണ്ട് അല്ലെ. ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണയാണ് ഏറ്റവും കൂടുതൽ നോൺ റിന്യൂവബിളിന്റെ ഘടകത്തിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ വൈദ്യുതി നൽകുന്നത് എന്താ? പെട്രോളിയം അഥവാ എണ്ണ, ഓയിൽ റിഫൈനറീസ് ഓയിലിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഇതിൽ നിന്നാണ്, അതായത് കൽക്കരിയിൽ നിന്നാണ്. പിന്നെ പ്രകൃതിവാതകമാണ്, നാച്ചുറൽ ഗ്യാസ് ആണ്. പിന്നെ ന്യൂക്ലിയർ എനർജിയാണ്, ഏറ്റവും ലാസ്റ്റ് ന്യൂക്ലിയർ എനർജി. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. റിന്യൂവബിൾ ആണെങ്കിൽ ജലം അല്ലെ, ഫസ്റ്റ് ജലത്തിൽ നിന്ന്. സെക്കൻഡ് വൺ ആണെങ്കിൽ സൗരോർജ്ജം. തേർഡ് ആണെങ്കിൽ കാറ്റാടി. ഫോർത്ത് വൺ ആണെങ്കിൽ ബയോമാസ്. ലാസ്റ്റ് വരുന്നത് ജിയോ തെർമൽ അഥവാ ഭൂതാപ സമുദ്രത്തിൽ നിന്ന് അല്ലെ. ഇനി പുനരുപയോഗിക്കാൻ കഴിയാത്ത, അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ടോപ്പ് ഏറ്റവും നിൽക്കുന്നത് എണ്ണ, പെട്രോളിയം ആണ്. സെക്കൻഡ് വൺ ആണെങ്കിൽ കൽക്കരി. തേർഡ് ആണെങ്കിൽ പ്രകൃതിവാതകം. ഫോർത്ത് ആണെങ്കിൽ ന്യൂക്ലിയർ എനർജി. ഓക്കെ, ന്യൂക്ലിയർ എനർജി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? താഴെ പറയുന്നവയിൽ ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിൽ അതിൻ്റെതായ ക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണോ അതിന് സെക്കൻഡ് വൺ ഏതാണോ അങ്ങനെ ഏത് രീതിയിലാണ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈഡ്രോ പവറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ജലവൈദ്യുതിയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് സൗരോർജ്ജം, കാറ്റ്, ബയോമാസ്. അപ്പോൾ ഈ മൂന്നെണ്ണം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏതാ? സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് സൗരോർജ്ജമാണ് അല്ലേ. അപ്പോൾ സൗരോർജ്ജം ഏറ്റവും കൂടുതൽ, അതിനുശേഷം കാറ്റ്, വിൻഡിൽ നിന്നുള്ള എനർജി, അതിനുശേഷം ബയോമാസ് അല്ലേ. അതിനുശേഷമാണ് ജിയോ തെർമലൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ എടുത്തത് റിന്യൂവബിൾ എനർജി സോഴ്സ് അഥവാ പുനരുപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് വേണമെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ രീതിയിൽ വേണമെങ്കിൽ ഡിക്രീസിങ് ഓർഡറോ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ? ഓക്കെ, എക്സ്പോസാറ്റ് ഉണ്ട്, IXP, എക്സ്പേ ഉണ്ട്, സ്രോസ് സി ഉണ്ട്, ഹൈസിസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഇക്സ്പേ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അതായത് എക്സ്പോസാറ്റ്, സ്രോസ് സി, ഹൈസിസ് ഇതൊക്കെ എന്താണ്? ISROയുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഉപഗ്രഹങ്ങളാണ്. ഓക്കെ, എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് is an ISRO manufactured space observatory to study the polarization of cosmic X-ray. Okay, cosmic polarization of cosmic X-ray സ്റ്റഡിക്ക് വേണ്ടിയാണ് ഇത് എക്സ്പോസാറ്റ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ January 1st, 2024 on a PSLV C-58 rocket. Okay, and it has an expected operational lifespan of at least 5 years. അല്ലെ, അതിൻ്റെ ഏകദേശം ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 വർഷമാണ്. 2024 ജനുവരി 1 ലോഞ്ച് ചെയ്തത്. എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കുക എക്സ്പോസാറ്റിനെ കുറിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്രോസി ആണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇന്ത്യൻ സയന്റിഫിക് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO ഓൺ May 20, 1992. പണ്ട് വിക്ഷേപിച്ചിട്ടുള്ളതാണ് എന്ത്? സ്രോസി. സ്ട്രെച്ച്ഡ് റോഹിണി സാറ്റലൈറ്റ് സീരീസ് സി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സ്ട്രെച്ച്ഡ് റോഹിണി സാറ്റലൈറ്റ് സീരീസ് സി. ഓക്കെ, ടു കണ്ടക്ട് അയണോസ്ഫെറിക് സ്റ്റഡീസ് ആൻഡ് ഗാമാറേ ബേസ്ഡ്. ഓക്കെ, ഡിറ്റക്ഷൻ ആണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതും എന്താ? ISRO കണക്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് 2018 നവംബർ 29 വിക്ഷേപിച്ച ഹൈസ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ്, ഹൈപ്പർസ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് ഹൈസിസ് ആണ് അല്ലേ. ഹൈസിസ് ഈസ് ആൻ എനർജി ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഡെവലപ്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO ഡെവലപ്പ് ചെയ്തതാണ്. അത് വിക്ഷേപിച്ചത് 2018 നവംബർ 29 PSLV C-43 മിഷൻ പ്രകാരം. ഓക്കെ, PSLV C-43. ഇനി നമ്മൾ പറഞ്ഞത് ആൻസർ പറഞ്ഞ ഇക്സ്പേ എന്ന് പറഞ്ഞാൽ നാസയും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഏജൻസിയും സംയുക്തമായിട്ട് നിർമ്മിച്ചതാണ്. ഇക്സ്പേ ഇസ് ആൻ ഇമേജിംഗ് എക്സ്റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ സാറ്റലൈറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ കൊളാബറേഷൻ പ്രൈമറിലി ബിറ്റ്വീൻ നാസ ആൻഡ് ASI.
നാസ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയുടെ ഏജൻസിയാണ്. ഇറ്റലിയുടെ ഏജൻസിയാണ് ASI, ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയാണ് എന്ത് ASI. അപ്പോൾ ഇവർ രണ്ടുപേരും മേക്ക് ചെയ്തതാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പേ എന്ന് പറഞ്ഞത്. എക്സ്പോസാറ്റ് ISROയുടെയാണ്. സ്രോസി 1992 വിക്ഷേപിച്ച സ്രോസി ISROയുടെയാണ്. ഹൈസിസും ISROയുടെ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ഇത് ശരിയാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. അതുകൂടാതെ ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രങ്ങളെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിന് ആൻസർ വരുന്നത് 1, 2, 3, 4 അല്ലെ. ഈ 4ഉം എന്താണ് കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ ഏതൊരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ മുൻവർഷ ചോദ്യങ്ങൾ റിലേറ്റഡ് അല്ലെങ്കിൽ കണക്റ്റഡ് കാര്യങ്ങളും കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഇപ്പം ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു റിവിഷൻ ടെക്നിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത നമ്മൾ ലഗ്രാഞ്ചൻ പോയിന്റ് കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സൗരഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ചൻ പോയിന്റ് L1ന്റെ ദൂരം എത്രയാണ്? നമ്മൾ ആദ്യത്തെ L1 ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ലഗ്രാഞ്ചൻ പോയിന്റ് L1 ഓഫ് ദി സൺ എർത്ത് സിസ്റ്റം? അതിന്റെ ആൻസർ വരുന്നത് ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ ആണ്. ഓക്കെ, 1.5 മില്യൺ കിലോമീറ്റർ ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. എത്രയാ? 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് എന്ത് ലഗ്രാഞ്ചൻ പോയിന്റിന്റെ ദൂരം എന്ന് പറയുന്നത്. എവിടെ? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 47/2024 പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് സ്റ്റേജ് 2 എക്സാമിനേഷൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് ടു ട്രാവൽ ഫ്രം സർഫസ് ഓഫ് സൺ ടു എർത്ത് അല്ലെ. അത് എത്രയാ? അത് നമുക്ക് അറിയാം, 500 സെന്റിമീറ്റർ ആണ്. 500 സെന്റിമീറ്റർ ആണ്, അല്ല 500 സെക്കൻഡ് ആണ്. 500 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റും 20 സെക്കൻഡും ആണ്. 8 മിനിറ്റും 20 സെക്കൻഡ്. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ളതില്ല. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ആൻസർ എടുക്കുന്നത് അതിനോട് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ളത് എടുക്കും. 8.3 മിനിറ്റ്. ഓക്കെ, 8.3 മിനിറ്റ് കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടത്തുന്നത് ഓപ്ഷൻ ഡി അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ചാണ് അല്ലെ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ചാണ്. നമുക്കറിയാം ബോംബ് സിസ്റ്റത്തിൽ, അണുബോംബ് സിസ്റ്റത്തിലൊക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ചിട്ടാണ് അല്ലെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് അല്ലെ? വാട്ട്സ് എ പ്രോസസ് ബൈ വിച്ച് ലിവിംഗ് ഓർഗാനിസം ഒബ്റ്റെയിൻ എനർജി ഫ്രം ഫുഡ്? അതെന്താ? കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ വഴിയാണ് അല്ലെ. സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശ ശ്വസനം വഴിയാണ് എന്ത് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നത് അല്ലെ. ഇനി അടുത്തത് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് COP. അതിന്റെ ആസ്ഥാനം എപ്പോഴും ചോദിക്കും അല്ലെ. COP കണ്ടക്ട് ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിക്കും. അപ്പോൾ 2024 അതായത് COP 28, അതായത് 2023 COP 28 നടന്നത്. അതിന്റെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചു. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദുബായ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ 2023 നടന്ന COP 28ന്റെ നഗരമല്ല പഠിക്കേണ്ടത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നഗരവും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നഗരമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നോക്കാം. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് എന്ത് COPയുടെ ഫുൾ ഫോം. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെ. പരിസ്ഥിതി കാലാവസ്ഥ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉച്ചകോടിയാണ്. അപ്പൊ അത് 2023 28ാം മീറ്റിംഗ് കണ്ടക്ട്, അതായത് COP 28 നടന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE അല്ലെ, അവിടെ വെച്ചാണ് നടന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് COP 30 ആണ്. COP 30 30ാമത്തെ കോൺഫറൻസ് ആണ്. ഓക്കെ, അത് നടന്നത് ബേലം ബ്രസീലിൽ വെച്ചാണ്. ഓക്കെ, ബേലം ബ്രസീലിൽ വെച്ചാണ് COP 30 നടന്നത്. ആമസോൺ റീജിയനിൽ വെച്ചാണ് നടന്നത്. ഓർത്തിരിക്കുക, ബേലം ബ്രസീലാണ് COP 30 നടന്നത്. COP 30 നടന്നത് എവിടെ വെച്ചാണ്? ബേലം ബ്രസീലിൽ വെച്ച്. ബേലം എന്നാണ് സ്ഥലത്തിന്റെ പേര്, ബ്രസീൽ. ഓക്കെ,
നടന്നത് നവംബർ 10 നവംബർ 21 ഇടയ്ക്കായിട്ടാണ്. 2025 നവംബർ 10 21 ഇടയ്ക്കാണ്. ആ ഡേറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എവിടെയാണ് സ്ഥലം നടന്നത് എന്നുള്ളത് ഇങ്ങനെയും പഠിച്ചിരിക്കുക. ഇനി COP 31 അല്ലേ, ഓക്കെ സോറി, COP 30 ലക്ഷ്യം എന്തായിരുന്നു? ആഗോള കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, പ്രത്യേകിച്ച് 1.5 ഡിഗ്രി താപനില കൈവരിക്കാവുന്ന ദൂരത്തിൽ നിലനിർത്തുക എന്ന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതായിരുന്നു അതിന്റെ ഗോൾ അല്ലേ. ആഗോള കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, പ്രത്യേകിച്ച് 1.5 ഡിഗ്രി താപനില കൈവരിക്കാവുന്ന ദൂരത്തിൽ നിലനിർത്തുക എന്നതായിരുന്നു എന്ത് COP 30 ലക്ഷ്യം. COP 31 is the upcoming 31st session of the United Nations Climate Change Conference to held at അന്റാലിയ എക്സ്പോ സെന്റർ ഇൻ അന്റാലിയ. ടർക്കിയിലുള്ള ഒരു പ്ലേസ് ആണ് അന്റാലിയ എന്ന് പറയുന്നത്. അവിടെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ അത് ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 9 to 20 നവംബർ 2026 ഓക്കെ, 9 തൊട്ട് 20 വരെ ആണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണ് COP 31 നടക്കുന്നത്? അന്റാലിയ അല്ലെ, അന്റാലിയയിലാണ്. എവിടെയത്? അത് ടർക്കിയിലാണ്. അന്റാലിയ ടർക്കി. COP 30 ആണെങ്കിലോ ബേലം ബ്രസീൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. 71/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? ഭാരതരത്ന ആർക്കാണ് ലഭിച്ചത്? വിക്രം സാരാഭായി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. APJ അബ്ദുൽ കലാം, ഹോമി ജെ ബാബ. ഇതിൽ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? APJ അബ്ദുൽ കലാമിന് മാത്രമാണ്. ഓപ്ഷൻ ഡി only 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, APJ അബ്ദുൽ കലാമിന് മാത്രമാണ് എന്ത് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വിക്രം അംബലാൽ സാരാഭായി അല്ലെ. ഡോക്ടർ വിക്രം സാരാഭായി, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ഡോക്ടർ വിക്രം അംബലാൽ സാരാഭായി. അദ്ദേഹം ജനിച്ചത് 1919 ആഗസ്റ്റ് 12 മരിച്ചത് 1971 ഡിസംബർ 30 ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 19 ജനിച്ചു, 71 മരിച്ചു. ഇനി പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായി കണക്ട് ചെയ്യാവുന്ന കുറച്ച് ഫാക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അദ്ദേഹമാണ് എന്ത് ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം പറയുകയും ISRO അല്ലെ 1969 ISRO സ്ഥാപിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? വിക്രം സാരാഭായി ആണ്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL ഓക്കെ 1947 സ്ഥാപിച്ചതാണ്. അതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM അഹമ്മദാബാദ് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ആണവോർജ്ജം, ഇന്ത്യയിൽ ആണവോർജ്ജം വികസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സഹായിച്ചു. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ബഹുമതികൾ ഏതൊക്കെയാ? പത്മഭൂഷൺ 1966 പത്മവിഭൂഷൺ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് 1972 ലഭിക്കുകയുണ്ടായി അല്ലെ. 1971 ഡിസംബർ 30 അദ്ദേഹം മരണപ്പെട്ടു. അതിനെ തുടർന്ന് തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുക്കുകയുണ്ടായി അല്ലെ. അപ്പോൾ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് 1972 ലഭിച്ചത്. ഓക്കെ, 1966 എന്ത് പത്മഭൂഷൺ ലഭിച്ചത്. ഓക്കെ, പത്മഭൂഷൺ ലഭിച്ചത് 1966. ഇനി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നമ്മൾ കൊടുത്തതാണ് എന്ത് തിരുവനന്തപുരം തുമ്പയിലെ വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം. അദ്ദേഹത്തിന്റെ നെയിമോട് കൂടിയാണ് നമ്മൾ എന്ത് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത്. ഓക്കെ, VSSC. ഓക്കെ, VSSC. അപ്പോൾ ഓർത്തിരിക്കുക, 1919 ഓഗസ്റ്റ് 12 ജനിച്ച് 1971 ഡിസംബർ 30 മരണപ്പെടുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ISRO സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. കൂടാതെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഓൾസോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി, എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി പിന്നീട് പ്രവർത്തിച്ചു. ഓക്കെ, പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അപ്പം എന്താ ഭാരതരത്ന ലഭിച്ചിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞത് ഹോമി ജഹാംഗീർ ഭാവയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. മാറിപ്പോകരുത്, ബഹിരാകാശ പദ്ധതി അല്ലെങ്കിൽ ബഹിരാകാശത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വിക്രം സാരാഭായും, ആണവ പദ്ധതി ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പിതാവ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാവയാണ്. അദ്ദേഹം 1909 ഒക്ടോബർ 30 ജനിച്ച് 1966 ജനുവരി 24 മരണപ്പെടുകയുണ്ടായത്. ഓക്കെ, ഒരു പാഴ്സി കുടുംബത്തിൽ, മുംബൈയിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗും പിന്നീട് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ഡോക്ടറേറ്റും. അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്ര ബേസിൽ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അല്ലേ. ഇപ്പോൾ കേംബ്രിഡ്ജിൽ നിന്ന് എഞ്ചിനീയറിംഗും പിന്നെ ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. കൂടാതെ ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതിക്ക് നേതൃത്വം നൽകി മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആരാണ്? ഹോമി ജഹാംഗീർ ഭാവയാണ്. ഓക്കെ, പദവികളിൽ ചോദിച്ചാൽ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ ആറ്റോമിക് എനർജി കമ്മീഷന്റെ അദ്ദേഹം എന്താണ്? ന്യൂക്ലിയർ
പ്രോഗ്രാമിന്റെ പിതാവാണ്. അപ്പോൾ ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട ആ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനും ആരായിരുന്നു? ഹോമി ജഹാംഗീർ ഭാവി-ആയിരുന്നു. അദ്ദേഹം 1966 ജനുവരി 24 ആൽപ്സ് പർവ്വത നിരയിലെ വെച്ചുണ്ടായ ഒരു വിമാന അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കിയിരിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ, അതിലുപരി നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു അല്ലേ. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ സൈനിക തലവൻ അല്ലെങ്കിൽ നമ്മുടെ പ്രഥമ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രസിഡന്റ് രാഷ്ട്രപതിയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രപതിമാരും അതുകൂടാതെ പ്രധാനമന്ത്രിമാരും സമകാലികമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രസക്തി മാധ്യമങ്ങളിലും എല്ലായിടത്തും കിട്ടുന്നത് പ്രധാനമന്ത്രിക്കാണ് അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്, പ്രസിഡന്റ് എന്ന് പറയുന്നത് ദ്രൗപദി മുർമുവാണ്. കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ആർക്കാണ്? നരേന്ദ്രമോദിക്കല്ലേ. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാലയളവിൽ ഒന്നുകിൽ ഈക്വലി വിസിബിലിറ്റി ആയിരുന്നു പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയേക്കാൾ ഉപരി വിസിബിലിറ്റി, കൂടുതൽ മാധ്യമ ശ്രദ്ധയും കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ സെഷൻസും അങ്ങനെ കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നത് ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ഓക്കെ, അദ്ദേഹം 2002 നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതിയായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് വരുന്നത്. ഓക്കെ, 11ാമത്തെ രാഷ്ട്രപതി KR നാരായണന് ശേഷം, KR നാരായണൻ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അതിനുശേഷം 2002 തൊട്ട് 2007 വരെ 11ാമത്തെ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹം സെർവ് ചെയ്തു. പിന്നെ രാഷ്ട്രപതിയുടെ ശമ്പളം നമുക്കറിയാം 5 ലക്ഷം രൂപയാണ്. പക്ഷെ ആ രൂപയൊന്നും തന്നെ ഇദ്ദേഹം വാങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശമ്പളം 1 രൂപയായിട്ടാണ് അദ്ദേഹം നിശ്ചയപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 1931 ഒക്ടോബർ 15 ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഞാൻ പറഞ്ഞ വിക്രം സാരാഭായി, ഹോമി ജഹാംഗീർ ബാവ, അവരെ രണ്ടുപേരുടെയും കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? അത് നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, ജനിച്ച ഡേറ്റ്, മരിച്ച ഡേറ്റ്, അങ്ങനെയുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കുക. അദ്ദേഹം ഭാരതരത്നം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 31-2015 അദ്ദേഹം 11ാമത്തെ രാഷ്ട്രപതിയായത് 2002-2007 കാലഘട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞതാണ്. ഇനി നോക്കാം, 31 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ചാണ് അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസവും കരിയറും എടുത്തു നോക്കിയാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി അദ്ദേഹം DRDO, ISRO എന്നീ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയതിനാൽ അദ്ദേഹത്തിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. രാഷ്ട്രപതിയായത് 2002 ഓക്കെ, ഏറ്റവും ജനകീയനായ രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. പ്രധാന പുസ്തകങ്ങളാണ് അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ അല്ലെ, ഇഗ്നൈറ്റഡ് മൈൻസ് എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. വിങ്സ് ഓഫ് ഫയറും ഇഗ്നൈറ്റഡ് മൈൻസും. അദ്ദേഹം മരണപ്പെട്ടത് 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ചാണ്. ഓക്കെ, ഒരു സമ്മേളനം, ഒരു ചർച്ചയ്ക്കിടയിലാണ് കുഴഞ്ഞു വീണാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, 2015 ജൂലൈ 27. ജനിച്ചതോ 1931 ഒക്ടോബർ 15. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലുള്ള രാമേശ്വരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മരണപ്പെട്ടത് 2015 ജൂലൈ 27. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു മിഷനെ കുറിച്ചാണ് അല്ലെ. ആദിത്യ L1 എന്നുള്ള ഒരു മിഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ആദിത്യ L1 വിക്ഷേപിച്ചത് ആദ്യമായിട്ട് ഒരു സൗര നിരീക്ഷണത്തിന് വേണ്ടി വിക്ഷേപിച്ച ഒരു വാഹനമാണ് ആദിത്യ L1 അല്ലെ. ആ വിക്ഷേപിച്ചത് ഒരു ഉപഗ്രഹമാണ് ആദിത്യ L1. അത് വിക്ഷേപിച്ചത് PSLV C57 എന്നുള്ള ഒരു വാഹനത്തിലാണ്. PSLV C57. ഓക്കെ, PSLV C57. സ്ഥലം ലഗ്രാഞ്ചൻ പോയിന്റ് 1 L1 ഗ്രഹണങ്ങളില്ലാതെ തുടർച്ചയായിട്ട് കാഴ്ച നൽകുന്നു. നമ്മൾ ലഗ്രാഞ്ചൻ പോയിന്റ് എത്ര 1.5 മില്യൺ കിലോമീറ്റേഴ്സ് ഫ്രം എർത്ത് ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റിന് കണ്ടതാ. പിന്നെ 7 പേലോഡുകൾ ഇതിനുണ്ടായിരുന്നു. ഓക്കെ, സ്യൂട്ട്, വെൽക്ക് അങ്ങനെ ഉൾപ്പെടെ ആ പേലോഡുകളൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകാട്ടോ. ഓക്കെ, കണികകൾ, ഫീൽഡുകളുള്ള ഇൻസിറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ എക്സിറ്റു ഉണ്ടായിരുന്നു, ഇൻസിറ്റു ഉണ്ടായിരുന്നു. ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള എയിം എന്തൊക്കെയായിരുന്നു? കൊറോണൽ ഹീറ്റിംഗ് മെക്കാനിസം, സൗരവാത ത്വരണം, അതുകൂടാതെ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ, ബഹിരാകാശ കാലാവസ്ഥ ഡ്രൈവുകൾ എന്നിവ പഠിക്കുകയായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യം. ആദ്യ ചിത്രങ്ങൾ സോളാർ അൾട്രാവയലറ്റിക് ഇമേജിംഗ് ടെലസ്കോപ്പ്, സ്യൂട്ട്, അൾട്രാവയലറ്റിനോട് ചേർന്ന തരംഗ ദൈർഘ്യമുള്ള സൂര്യന്റെ മുഴുവൻ ഡിസ്ക് ചിത്രങ്ങളും പകർത്തി. പ്രാരംഭ കണ്ടെത്തലുകൾ ഒരു സൗര ജ്വാലയുടെ കേർണലിന്റെ ആദ്യത്തെ ഉയർന്ന ഊർജ്ജ എക്സ്റേ ചിത്രം പകർത്തിയത് ഫെബ്രുവരി 2024 ഓക്കെ, 2024 ജനുവരി 6 തിരിച്ചു വന്നു. നമ്മൾ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ഓക്കെ, 2023 സെപ്റ്റംബർ 2 ആണ് വിക്ഷേപിച്ചത്. 2024 ജനുവരി 6 ആദിത്യ L1 അതിന്റെ ലക്ഷ്യസ്ഥാനമായ സൂര്യന്റെ ഭൂമി ലഗ്രാഞ്ചൻ പോയിന്റ് L1-ലെത്തി. ഓക്കെ, 127 ദിവസമാണ് അത് മൊത്തമായിട്ട് ട്രാവൽ ചെയ്തത്.
ഇനി നമുക്ക് അതിൻ്റെ പേലോഡുകൾ പഠിക്കാം. അതിൻ്റെ 7 പേലോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റിമോട്ട് സെൻസിങ് പേലോഡെന്നും അതുകൂടാതെ നമ്മൾ ഇൻസിറ്റു പേലോഡെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 11 മിഷൻ ക്യാരീസ് 7 സയന്റിഫിക് പേലോഡ്സ് ടു സ്റ്റഡി ദി സൺ ഡിവൈഡഡ് ഇൻറ്റു 4 റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് 3 ഇൻസിറ്റു ഇൻസ്ട്രുമെന്റ്സ്. ദേ ആർ ഡിസൈൻഡ് ടു ഒബ്സർവ് ദ സോളാർ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ. അല്ലേ, നമ്മൾ അതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കൊറോണൽ ഹീറ്റിംഗ് മെക്കാനിസം, സൗരവാത ത്വരണം, കൊറോണൽ മാസ് ഇൻജെക്ഷൻ, ബഹിരാകാശ കാലാവസ്ഥ ഡ്രൈവുകൾ എന്നിവ പഠിക്കുക. ഒബ്സർവ് ദി സോളാർ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ. റിമോട്ട് സെൻസിംഗ് പേലോഡ്സ് ആണ് ഏതൊക്കെ? VELC, സ്യൂട്ട്, സോളക്സ്, ഹീലിയോസ്. VELC, സ്യൂട്ട്, സോളക്സ്, ഹീലിയോസ്. VELC എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ആണ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ഇതിന്റെ പേലോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം ഇതിന്റെ ഷോർട്ട് ഫോം തന്നിട്ട് വേണമെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം. ആദ്യത്തെ L1 അല്ലെങ്കിൽ പിന്നെ എന്താ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ആദ്യത്തെ L1 ഉൾപ്പെടുത്തിയിരിക്കുന്ന പേലോഡുകൾ. അപ്പൊ അതിനകത്ത് ഈ 7 നമ്മൾ അറിഞ്ഞിരുന്നാൽ, അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് നമ്മളിങ്ങനെ ഓരോ പേലോഡും എടുത്തു പറയുന്നത് കേട്ടോ. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്നാണ് എന്ത് VELCയുടെ ഫുൾ ഫോം. സ്റ്റഡീസ് ദി സോളാർ കൊറോണ ആൻഡ് ഡൈനാമിക്സ് ഓഫ് കൊറോണൽ മാസ് ഇജക്ഷൻ ആണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, കൊറോണയുടെ സോളാർ കൊറോണ ആൻഡ് ഡൈനാമിക്സ് ഓഫ് കൊറോണൽ മാസ് ഇജക്ഷൻസ് ആണ് എന്ത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് സ്റ്റഡി ചെയ്യുന്നത്. ഇതെന്താ? റിമോട്ട് സെൻസിംഗ് പേലോഡാണ്. VELC റിമോട്ട് സെൻസിംഗ് പേലോഡാണ്. അടുത്തത് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അഥവാ സ്യൂട്ട് ആണ്. ഇമേജസ് ദ സോളാർ ഫോട്ടോസ്ഫിയർ ആൻഡ് ക്രോമോസ്ഫിയർ ഇൻ നിയർ അൾട്രാവയലറ്റ്. ഓക്കെ, അതാണ് ഇമേജ് ആണ് അത് ചൂസ് ചെയ്യുന്നത്, പിക്ക് ചെയ്യുന്നത്, ഓക്കെ, എടുക്കുന്നത്. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് ആണ്. അടുത്തത് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ്. സോളക്സ് മെഷേഴ്സ് സോഫ്റ്റ് എക്സ്റേ സൺ അസേ സ്റ്റാർ എമിഷൻ. ഓക്കെ, ഒരു സ്റ്റാർ എമിഷൻ സൺ അസേ സ്റ്റാർ എമിഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് സോഫ്റ്റ് എക്സ്റേ കോപ്പി മെഷർ ചെയ്യും. ഓക്കെ, ഇനി ഹാർഡ് എക്സ്റേ കോപ്പി സ്റ്റഡി ചെയ്യുന്നതാണെങ്കിൽ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ ഹീലിയോസ് ആണ്. സോളക്സ് ആണെങ്കിൽ സോഫ്റ്റ് എക്സ്റേ കോപ്പിയാണ് എന്ത് സൺ അസേ സ്റ്റാർ എമിഷൻ എന്നുള്ള രീതിയിൽ മെഷർ ചെയ്യുന്നതെങ്കിൽ എന്താ ഹാർഡ് എക്സ്റേ കോപ്പി സൺ അസേ സ്റ്റാർ എമിഷൻ എന്നുള്ള രീതിയിൽ സ്റ്റഡി ചെയ്യുന്നത് ഏതാ? ഹീലിയോസ് ആണ്. ഹീലിയോസ്. അപ്പൊ നമ്മൾ റിമോട്ട് സെൻസിംഗ് പേലോഡ് ഏതാ? 4 പറഞ്ഞു. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് അഥവാ VELC, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അഥവാ സ്യൂട്ട്, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ സോളക്സ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ അഥവാ ഹീലിയോസ്. ഓക്കെ, ഇതെല്ലാം റിമോട്ട് സെൻസിംഗ് ആണ്. ഇനി ഇൻസിറ്റു പേലോഡ് ഉണ്ട്. ഓക്കെ, ഇൻസിറ്റു ആണ് ആദ്യത്തെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആസ്പെക്ട്സ് അനലൈസ് സോളാർ വിൻഡ് പാർട്ടിക്കിൾസ് സ്പെസിഫിക്കലി പ്രോട്ടോൺസ് ആൻഡ് ഹെവിയർ അയോൺസ്. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് ആദ്യത്തെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് അഥവാ ആസ്പെക്ട്സ് നടത്തുന്നത്. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ അഥവാ പാപ്പ നടത്തുന്നത് എന്താ? അനലൈസർ സോളാർ വിൻഡ് ഇലക്ട്രോൺസ്. ഇവിടെ എന്താ നമ്മൾ പ്രോട്ടോണും ഹെവിയർ അയോൺസ് ആണ് പറഞ്ഞതെങ്കിൽ പാപ്പ നടത്തുന്നത് എന്താ? സോളാർ വിൻഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹെവിയർ അയോൺസ് ആണ്. ഇലക്ട്രോണും ഹെവിയർ അയോൺസും ആണ് എന്ത് അവിടെ സ്റ്റഡി നടത്തുന്നത്. പിന്നെ നമ്മൾ ഒരെണ്ണം കൂടി ഉള്ളൂ. അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നെറ്റോമീറ്റേഴ്സ് അഥവാ മാഗ് ആണ്. മെഷേഴ്സ് ദി ഇൻസിറ്റു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ് അഥവാ മാഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാതെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്ലാസ്മ അഥവാ പാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണും അതുപോലെ തന്നെ ഹെവിയർ അയോൺസിന്റെയും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രോട്ടോണും ഹെവിയർ അയോൺസും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ ആസ്പെക്ട്സ്. ഓക്കെ, ആസ്പെക്ട്സ്, പാപ്പ, അതുകൂടാതെ മാഗ്, ഇത് മൂന്നും എന്താണ്? ഇൻസിറ്റു പേലോഡ്സ് ആണ്. ഇൻസിറ്റു പേലോഡാണ്. അപ്പൊ നമ്മൾ റിമോട്ട് സെൻസിംഗ് പേലോഡ്സും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻസിറ്റു പേലോഡ് ഏതൊക്കെയാണ്? ഇൻസിറ്റു പേലോഡ് ആസ്പെക്ട്സ്, പാപ്പ, അതുകൂടാതെ മാഗ് അല്ലെ. ആസ്പെക്ട്സ്, പാപ്പ അഥവാ പിന്നെന്താ മാഗ്. ഇവിടെയാണെങ്കിൽ VELC, സ്യൂട്ട്, സോളക്സ്, ഹീലിയോസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് ആദ്യത്തെ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് അഥവാ ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം, സൗരോർജ്ജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കൽ, റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ. ഓക്കെ, ഇതിലേത് ആൻസർ വരുന്നത്? ഒന്ന് മാത്രമല്ലേ ശരിയായിട്ടുള്ളൂ അല്ലേ. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക്, ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമാണെന്ത് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ലക്ഷ്യങ്ങൾ എടുത്ത് പറഞ്ഞാലേ ലക്ഷ്യം എന്താ? കൊറോണൽ ഹീറ്റിംഗ് മെക്കാനിസം, സൗരവാത ത്വരണം, കൊറോണൽ മാസ് ഇജക്ഷൻ, ബഹിരാകാശ കാലാവസ്ഥ ഡ്രൈവുകൾ എന്നിവ പഠിക്കുക. അതല്ലാതെ സൗരോർജ്ജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. അതുകൂടാതെ റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും തെറ്റാണ്. ഓക്കെ,
അടുത്തത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഈ പറയുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം. ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായിട്ട് ഇന്ത്യയെ മാറ്റുക. അതൊരു ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും. ഇത് റോങ് ആണ്. ഗണ്യമായ കാർബണൈസേഷനിലേക്കൊന്നും നയിക്കില്ല. ഓക്കെ. അടുത്തത് ശുദ്ധമായ ഊർജ്ജത്തിലൂടെ ആത്മനിർഭർ ഭാരതാകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ്ജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1, 3. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ. 2010 ഒക്ടോബർ 18 ആണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ടിന് കീഴിലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വന്നത്, NGT വന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും സംരക്ഷണ കേസുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനുള്ള ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ് ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് വന്നു. 2010 ഒക്ടോബർ 18 ആക്ടിന് കീഴിലാണ് വന്നത്. 2010 ഒക്ടോബർ 18 വന്നത്. അതിന്റെ നിലവിലെ ചെയർമാനാണ് ആര്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ എന്ന് വന്നു. 2010 ഒക്ടോബർ 18 വന്നു. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമം. അല്ലെ, വന്യജീവി സംരക്ഷണ നിയമം 1972. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. വന്യമൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ എന്നിവയ്ക്ക് നിയമപരമായ സംരക്ഷണമാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനായിട്ട് ദേശീയ ഉദ്യാനങ്ങളും സങ്കേതങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കും. വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ 1972. മറിച്ച് വനസംരക്ഷണ നിയമമാണെങ്കിൽ 1980. വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണെന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണ നിയമമാണെങ്കിൽ 1986. പരിസ്ഥിതി ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അധികാരപ്പെടുത്തുന്ന നിയമനിർമ്മാണമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അടുത്തത് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ നിയമം 2002. ജൈവ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനും അവയിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളുടെ തുല്യമായ പങ്കിടൽ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. പിന്നെ വരുന്നത് വനാവകാശ നിയമം, അല്ലെ, 2006 വനാവകാശ നിയമം FRA. അതെന്താ? ഭൂമിക്കും വനവിഭവങ്ങൾക്കും മേലുള്ള അതായത് ആദിവാസി വനവാസി സമൂഹങ്ങളുടെ അവകാശങ്ങൾ. വനപ്രദേശത്തുള്ള ഓരോരുത്തരും വന അതിർത്തി കടന്ന് വിറക് ശേഖരിക്കാനും അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വനവിഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഉപയോഗിക്കാനുള്ള ഒരു അവകാശമുണ്ടെന്ന് പറയുന്നതാണ് വനാവകാശ നിയമം 2006 പറയുന്നത്. ഓക്കെ. അതല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് വനത്തിലേക്ക് അങ്ങനെ അതിക്രമിച്ച് കയറാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള അവകാശങ്ങളുണ്ട് 2006 പ്രകാരം. പിന്നെ മലിനീകരണ നിയന്ത്രണ മാനേജ്മെന്റ് നിയമങ്ങൾ കുറച്ചുണ്ട്. ജലമലിനീകരണ നിയന്ത്രണവും പ്രതിരോധവും 1974. അതുകൂടാതെ ജലമലിനീകരണം തടയാനും നിയന്ത്രിക്കാനും ജലശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്. പിന്നെ വായു മലിനീകരണം 1981 വായു മലിനീകരണ പ്രതിരോധവും നിയന്ത്രണ നിയമം. വായു മലിനീകരണം തടയാനും അത് നിരീക്ഷിക്കാനും ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വായു മലിനീകരണ പ്രതിരോധ നിയന്ത്രണ നിയമം. പിന്നെ 1991 പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് ഉണ്ട്. അപകടകരമായ വസ്തുക്കൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിരക്ഷ നൽകുന്നതാണ് 1991 പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക കേട്ടോ. ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974. വായു മലിനീകരണമാണെങ്കിൽ 1981. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് ആണെങ്കിൽ 1991. പിന്നെ വന്യജീവി സംരക്ഷണം 72. വനസംരക്ഷണം 80. പരിസ്ഥിതി സംരക്ഷണം 86. ജൈവവൈവിധ്യ സംരക്ഷണം 2002. ലാസ്റ്റ് പറഞ്ഞത് 2006 വനാവകാശ നിയമം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. ശരിയാണോ? ശരിയാണ്. 1980 വനസംരക്ഷണ നിയമം രാജ്യത്തിലെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. ശരിയാണോ? ശരിയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായി. ശരിയാണോ? അല്ല, തെറ്റാണ്, അല്ലെ? 2010 ഒക്ടോബർ 18 അല്ലെ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 2010 ഒക്ടോബർ 18 ഇത് ആക്ട് വഴി അത് നിലവിൽ വന്നത്. പ്രകാശ് ശ്രീവാസ്തവയാണ് ഇതിന്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1ഉം 2ഉം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ.
ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നിയമങ്ങളും, പ്രധാനപ്പെട്ട പരിസ്ഥിതി നിയമങ്ങളും അതുകൂടാതെ മലിനീകരണ നിയന്ത്രണ മാനേജ്മെന്റ് നിയമങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഇത് കറണ്ട് അഫെയർ റിലേറ്റഡ് ചെയ്തിട്ട് ടെക്നോളജി ബേസ്, നമ്മുടെ ബഹിരാകാശം ബേസ് ചെയ്തിട്ട് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ശനിയുടെ ഉപഗ്രഹമായ മൂൺ, അതായത് മെയ് മാസത്തിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ റീസെന്റ് ഫോംഡ് ഓഷ്യൻ ഇൻസൈഡ് സാറ്റർൻ മൂൺ മിമാസ്. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. 3D പ്രിന്റർ ക്രിയേറ്റ്സ് ബ്രെയിൻ ടിഷ്യൂ ദാറ്റ് ആക്ട്സ് ലൈക്ക് ദി റിയൽ തിങ്. അടുത്തത് ദ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഇൻ ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ക്ലോസ്ഡ് ഓൺ December 3, 2023. ഇവിടെ ഇത് തെറ്റാണ്, 1, 2 ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. നോക്കാം. എല്ലാ വർഷവും August 23 ആചരിച്ചു വരുന്നു അല്ലേ? ശരിയാണ്, ബഹിരാകാശ ദിനം. അടുത്തതോ, ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025 പ്രതിപാദം. അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയതാണ്. ശരിയാണ്. ഇത് ചൊവ്വ ഭ്രമണപഥത്തിന്റെ വിജയസൂചകമായ, അല്ല ചൊവ്വയല്ലല്ലോ, ചന്ദ്രനല്ലേ. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 3, 5 ആണ്. ഓക്കെ, 1, 3, 5. അപ്പോൾ ബഹിരാകാശ ദിനം എന്നാണ് ഓർത്തിരിക്കുക. August 23 ചന്ദ്രയാൻ 3 ബേസ് ചെയ്തിട്ടാണ് എന്ത് ആ ക്വസ്റ്റ്യൻ വന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫിസിക്സ് റിലേറ്റഡ് ചെയ്തിട്ടാണ്. ഓക്കെ, പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതിൽ G and R എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ന്യൂട്രോണിയൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അഥവാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ന്യൂട്ടോണിയൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ 6.674 × 10⁻11 m³ കിലോഗ്രാം പെർ കിലോഗ്രാം പെർ സ്ക്വയർ ആണ്. പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. ഓക്കെ, 2 പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നത് G 6.674 × 10⁻11 ആയിരിക്കും. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം പിണ്ഡങ്ങളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് എന്ത് 6.674. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണികയുടെ ആരം എന്നുള്ളതാണ്. ഇതൊക്കെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കണികകളുടെ ആരങ്ങളുടെ ഗുണനഫലമാണ് എന്ത് മൂലങ്ങളുടെ ത്വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2016 ആധുനിക ആവർത്തക പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയാക്കുകയുണ്ടായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി കൂട്ടിച്ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരൊറ്റ മൂലകം തിരഞ്ഞെടുക്കുക. മോസ്കോവി ആണോ, ടെന്നസൺ ആണോ, ഓഗനസ്റ്റോൺ ആണോ, ലിവർമോറി ആണോ? ഓക്കെ, നമ്മുടെ ഒരു പീരിയോഡിക് ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം മൊത്തം 7 പീരീഡും അല്ലേ 18 ഗ്രൂപ്പും ഉണ്ട് അല്ലെ? 7 പീരീഡും 18 ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അതിൽ 7ാമത്തെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി എന്നാണ് അവർ പറഞ്ഞത് അല്ലേ? നമ്മുടെ അടുത്ത് 4 മൂലകങ്ങളും തന്നു. അപ്പോൾ അതിൽ 2016 ആഡ് ചെയ്തിട്ടുള്ള മൂലകങ്ങൾ അല്ലാത്തത് അല്ലെ, ഒറ്റപ്പെട്ട മൂലകം തിരഞ്ഞെടുക്കാനാണ്, ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട മൂലകം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂലകങ്ങൾ നോക്കി. മോസ്കോവിയം, ടെന്നസൺ, ഓഗനസ്റ്റോൺ, ലിവർമോറിയം. ഓക്കെ, EMC ഇതാണ് മോസ്കോവിയം. LV ലിവർമോറിയം, ടെന്നസൺ TS, ഓഗനസ്റ്റോൺ ഏതാ OG. നോട്ട് ചെയ്ത് മനസ്സിലാകുന്നില്ലേ? MC മോസ്കോവിയം, LV ലിവർമോറിയം, TS ടെന്നസൺ, OG. ഓക്കെ, ഇതിനകത്ത് ആൻസർ വരുന്നത് ലിവർമോറിയം LV ആണ്. ഓക്കെ, ലിവർമോറിയം അഥവാ LV ആണ്. അത് മെയ് 2012 എന്ത് ആഡ് ഓൺ ചെയ്തത്. ബാക്കി 3 പറയുന്ന മോസ്കോവിയും ടെന്നസനും ഓഗനസ്റ്റോൺ ഒക്കെ 2016 പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ലിവർമോറിയം അഥവാ ഓപ്ഷൻ ഡി ലിവർമോറിയം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതെന്താ മെയ് 2012 എന്ത് ലിവർമോറിയം ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് നമുക്ക് മോൺട്രിയൽ പ്രോട്ടോകോൾ, കോട്ടിയോ പ്രോട്ടോകോൾ, പാരീസ് ഉടമ്പടി അല്ലേ? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 3 ഉച്ചകോടികൾ അല്ലെങ്കിൽ കൺവെൻഷൻ അല്ലെങ്കിൽ പ്രോട്ടോകോൾ, ഒരു നിയമമാണ് നമ്മൾ
പറയുന്നത്? മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുമ്പോൾ 1987 എന്ത് മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത്. എന്തിനു വേണ്ടിയാ? CFCകളും മറ്റ് ഓസോൺ ശോഷണ വസ്തുക്കളും ഓസോൺ ശോഷണം തടയുന്നതിന് വേണ്ടി അല്ലെ, ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കി ഓസോൺ പാളി സംരക്ഷിക്കുക അല്ലേ. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 വന്നത് ഓസോൺ ശോഷണം തടയുക എന്നുള്ളത് ഒരു ഉദ്ദേശമോ എയിമായിരുന്നു അതിനുണ്ടായിരുന്നു. സ്കോപ്പ് എന്തായിരുന്നു? വളരെ വിജയകരമായിരുന്നു, നിർദ്ദിഷ്ടമായിരുന്നു. വ്യാവസായിക രാസവസ്തുക്കളിലൊക്കെയാണ് എന്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അല്ലേ. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്ന CFC മറ്റ് ഓസോൺ ശോഷണ വസ്തുക്കളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു കൺട്രോൾ വരുത്തുക എന്നുള്ളതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി കോട്രിയോ പ്രോട്ടോക്കോൾ ഉണ്ട്. 10 വർഷം കഴിഞ്ഞ് 1997 കോട്ടിയോ, ജപ്പാനിലുള്ളതല്ലേ കോട്ടിയോ അല്ലെ. അതിന്റെ പ്രത്യേകത എന്താ? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെ, ആഗോളതാപനം, കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ വരുത്തുക. കോട്ടിയോ, കാലാവസ്ഥ, കാക്ക, ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മോൺട്രിയലും കോട്ടിയോ പ്രോട്ടോക്കോളും മുകളിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി കോട്ടിയോ ആണെങ്കിൽ എന്താ കായാണ്, കാലാവസ്ഥയായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാലാവസ്ഥ വ്യതിയാനത്തിനെ ചെറുക്കുന്നതിന് വേണ്ടി ഹരിതഗൃഹ വാതക ഉദ്ഗമനം കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വ്യാപ്തി എന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് നിയമപരമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യങ്ങളാണെന്ത് അതിന്റെ സ്കോപ്പ്. ടൈം ലൈൻ ആണെങ്കിൽ 2 തവണയായിട്ടാണ് നടപ്പിലാക്കിയത്. 2008, 2012 2013 തൊട്ട് 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 ടൈം ലൈനായിട്ടാണ് എന്ത് നമ്മൾ കോട്ടിയോ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ 2015 പാരീസ് ഉടമ്പടി വരും. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആഗോള താപനിലയിലെ വർധനവ് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ളതിനേക്കാൾ 2 ഡിഗ്രിയിൽ താഴെയായിട്ട് പരിമിതപ്പെടുത്തുക. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ലക്ഷ്യമിടുന്നത്. 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987, കോട്ടിയോ പ്രോട്ടോകോൾ 1997, പാരീസ് ഉടമ്പടി 2015. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ ഇല്ലാതാകുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അഗ്രിമെന്റ്. ശരിയല്ലേ? ശരിയാണ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അഗ്രിമെന്റ് അല്ലെ, നിർത്തുകയും ചെയ്യണം, കുറയ്ക്കുകയും ചെയ്യണം. 1987 ഒപ്പിട്ടു അല്ലെ. മുകളിൽ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1997 ആണെങ്കിലോ കോട്ടിയോ പ്രോട്ടോകോൾ. പാരീസ് ഉടമ്പടി ആണെങ്കിൽ 2015. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ ഏതൊക്കെയാണെന്നാണ്. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ എന്തൊക്കെയാണ് അല്ലെ. മൃഗശാല തന്നിട്ടുണ്ട്, മൃഗശാല ജീൻ ബാങ്ക് തന്നിട്ടുണ്ട്, സൂ തന്നിട്ടുണ്ട്, സൂ ജി ബാങ്ക് തന്നിട്ടുണ്ട്, നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് തന്നിട്ടുണ്ട്, നാഷണൽ പാർക്ക് സാങ്ച്വറി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലേ. അതല്ലേ നല്ലത്. നോക്കിയേ, ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ടിങ് സ്പീഷീസ് വിത്തിൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലേ. ആ ഒരു പരിസ്ഥിതിയുടെ ഘടനയോട് ചേർന്ന് അതിനോട് ചേർന്ന് ആ സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. സേക്രഡ് ഗ്രോവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെന്താ പിന്നെ ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലേ. പ്രൊട്ടക്ടിങ് സ്പീഷീസ് വിത്തിൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് ഇൻസിറ്റു അകത്ത് തന്നെ സംരക്ഷിക്കുക. നാഷണൽ പാർക്ക് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ദേശീയോദ്യാനമുണ്ട്, വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്, ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, സാക്രഡ് ഗ്രൂവ്സ് ഉണ്ട്. എന്താ ഈ സാക്രഡ് ഗ്രൂവ്സ്? നമുക്കറിയാം, കാവുകളൊക്കെ ഇല്ലേ അല്ലേ, കാട് പിടിച്ചു കിടക്കുന്ന സർപ്പക്കാവുകൾ, അങ്ങനെയുള്ള പുണ്യ വനങ്ങൾ, അതൊക്കെയാണ് എന്ത് സാക്രഡ് ഗ്രൂവ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസർവിങ് സ്പീഷീസ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലേ. നമുക്കറിയാം സൂവിലൊക്കെ എന്താണ്, അവിടെ കാടുണ്ടോ? ഇല്ല. നമ്മളത് അവിടെ നിന്ന് എന്താ മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതാണ്. അതൊക്കെ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. സുവോളജിക്കൽ പാർക്ക്, ബോട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, കൈറോ പ്രിസർവേഷൻ. ഓക്കെ, കൈറോ പ്രിസർവേഷൻ. ഈ കൈറോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ എലമെന്റ്സ് ആയ ടിഷ്യൂസ്, സെൽസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഏകദേശം -190 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കൂൾ ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യുന്നതാണ് കൈറോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സിറ്റു കൺസർവേഷൻ ആണെങ്കിൽ സുവോളജിക്കൽ പാർക്ക്, നമുക്കറിയാം അല്ലെ, സുവോളജിക്കൽ പാർക്ക്, ബോട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, പിന്നെ എന്താ കൈറോ പ്രിസർവേഷൻ. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്, സാക്രഡ് ഗ്രൂവ്സ് ഒക്കെ എന്താണ് ഇൻസിറ്റു കൺസർവേഷനിൽ വരും. മാറിപ്പോകരുത് അല്ലേ. ദേശീയോദ്യാനങ്ങൾ, അതുകൂടാതെ വന്യജീവി സംരക്ഷണ കേന്ദ്രം, ബയോസ്ഫിയർ റിസർവ്, സാക്രഡ് ഗ്രൂവ്സ് ഒക്കെ ഇൻസിറ്റു കൺസർവേഷനിൽ വരും. ഇപ്പം ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി. ജൈവ വൈവിധ്യത്തിൽ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ എന്തൊക്കെയാണ്? മൃഗശാല ജീൻ ബാങ്ക്, ഇത് രണ്ടും വരുമോ? ഇല്ല. സൂ വരില്ല. മൃഗശാല ജീൻ ബാങ്ക് വരൂ? ഇല്ല. നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവും വരും. നാഷണൽ പാർക്കും സാങ്ച്വറിയും വരും അല്ലേ. 3ഉം 4ഉമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും വരില്ലേ? 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താ? 2 മാത്രം. പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ് എന്ത് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പണ്ട് കാലത്ത് നമുക്ക് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൂടാണ്ട് സയൻസ് ബേസ് ചെയ്തിട്ട് അല്ലേ ഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടും കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടും നമ്മൾ പീരിയോഡിക് ടേബിൾ റിലേറ്റ് ചെയ്ത് പഠിഞ്ഞു, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ നോക്കി യൂട്രോഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പം അങ്ങനെയുള്ളതും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, 2025 നടന്ന ക്ലെയിംസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് മെയിനായിട്ടും എന്തൊക്കെയാണ്? ഫോസ്ഫറസും നൈട്രജനും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏതൊക്കെ മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസും നൈട്രജനും കൂടുമ്പോഴാണ്. ഓക്കെ, ഫോസ്ഫറസും നൈട്രജനും കൂടുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ PYQ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് ഇതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.